എല്ലാവർക്കും പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പെൻഷൻ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പ്രധാനമന്ത്രി വയോവന്ദന യോജനയാണ്. PMVVY എന്ന് പറയും. ഇത് 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം 8% വരെ പലിശ നിരക്കിൽ പെൻഷൻ നൽകുന്ന വളരെ നല്ല ഒരു പദ്ധതിയാണ്. രണ്ടാമത്തെ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. ഇതിനെ APY എന്ന് പറയും. ഇത് കൊടുക്കുന്നത് അൺഓർഗനൈസ്ഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന 18 മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയാണ്. 60 വയസ്സിന് ശേഷം പ്രതിമാസം 1000 രൂപ മുതൽ 5000 രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് APY അഥവാ അഡൽട്ട് പെൻഷൻ യോജന എന്ന് പറയുന്നത്. അടുത്ത ഒരു പദ്ധതി നമുക്ക് നോക്കാം. ഇന്ദിരാഗാന്ധി ദേശീയ വയോജന പെൻഷൻ പദ്ധതി. ഇന്ദിരാഗാന്ധി ദേശീയ വയോജന പെൻഷൻ പദ്ധതി IGNOAPS പദ്ധതി എന്ന് പറയും. BPL അതായത് ബിലോ പോവർട്ടി ലൈൻ വിഭാഗത്തിൽപ്പെടുന്ന 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. 60 വയസ്സിന് മുകളിലായിരിക്കണം, അങ്ങനെയുള്ളവർക്ക് BPL ആയിരിക്കണം, അവർക്ക് നൽകുന്ന പെൻഷൻ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വയോജന പെൻഷൻ പദ്ധതി. അടുത്തൊരു പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ പദ്ധതി. വിധവകൾക്ക് വേണ്ടിയുള്ള പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. 40 വയസ്സിന് മുകളിലുള്ള BPL വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. 40 വയസ്സിന് മുകളിലായിരിക്കണം, വിധവയായിരിക്കണം, BPL ആയിരിക്കണം. അടുത്ത പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ദേശീയ അശക്ത പെൻഷൻ പദ്ധതി IGNDPS എന്ന് പറയും. ഇത് 18 വയസ്സിന് മുകളിലുള്ള BPL വിഭാഗത്തിൽപ്പെടുന്ന ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. അതായത് ഇന്ദിരാഗാന്ധി ദേശീയ അശക്ത പെൻഷൻ പദ്ധതി എന്ന് പറയും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട 5 പദ്ധതികളാണ് നമ്മൾ ഇവിടെ നോക്കിയത്. പേരുകൾ ഒന്നും കൂടി പറയാം. പ്രധാനമന്ത്രി വയോവന്ദന യോജന, അടുത്തത് അടൽ പെൻഷൻ യോജന രണ്ടാമത്തെ പദ്ധതി, മൂന്നാമത്തെ പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി ദേശീയ വയോജന പെൻഷൻ പദ്ധതി, അടുത്തതാണ് ഇന്ദിരാഗാന്ധി ദേശീയ വിധവ പെൻഷൻ പദ്ധതി, അടുത്തത് ഇന്ദിരാഗാന്ധി ദേശീയ അശക്ത പെൻഷൻ പദ്ധതി. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഈ സേവനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ അത് അപ്ലൈ ചെയ്യുക.